എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് LDC മെയിൻസിനും ഡിഗ്രി ലെവൽ പ്രിലിംസിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മലയാളത്തിലെ മുൻവർഷ ചോദ്യപേപ്പറാണ് കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പം നമുക്ക് എക്സാം ഒക്കെ അടുക്കാറായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ട് പഠിക്കേണ്ടത് എന്താണ്? റാങ്ക് ഫയൽ എടുത്ത് വെച്ച് പഠിക്കാതെ SCRT പാഠപുസ്തകത്തിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തി പഠിക്കാനായിട്ട് ശ്രമിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അതുപോലെ തന്നെ SCRT പാഠഭാഗങ്ങളിലൂടെയൊക്കെയാണ് നമ്മളിപ്പോൾ ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ മലയാളത്തിൽ BEO എക്സാം 2019 ട്രിവാൻഡ്രം കോഴിക്കോട് ജില്ലകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കും കൂടെ ഈ വീഡിയോ ഉപകാരപ്പെടാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യത്തെ ചോദ്യം നോക്കാം. ശരിയായ പദം ഏത്? ശരിയായ പദം കണ്ടെത്താനാണ്. ഓപ്ഷൻ എ വിദുഷി, ഓപ്ഷൻ ബി വിദുഷി, ഓപ്ഷൻ സി വിദുഷ, ഓപ്ഷൻ ഡി വിദുഷ. ഏതാണ് ശരിയായിട്ടുള്ള പദം? നിങ്ങൾക്ക് എന്താണ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കാട്ടോ ഓരോ ചോദ്യം വായിക്കുമ്പോഴും. അതിനുശേഷം ശരിയുത്തരം മാത്രം പറയുന്ന സമയത്ത് ശരിയുത്തരം മാത്രം പഠിച്ചു വെക്കുക. ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം കൂടെ കാണുമ്പോൾ ഇല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. ഓക്കെ, എല്ലാത്തിൻ്റെയും ശരിയുത്തരം മാത്രം നിങ്ങൾ അങ്ങോട്ട് മാത്രം കണ്ടുപോയാൽ മതി. അത് മൈൻഡിൽ തറവാക്കി വെക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ നോക്കുക, കിട്ടിയോ? ഇതിൻ്റെ ആൻസർ എന്താണ്? ശരിയായ പദം എന്ന് പറയുന്നത് വിദുഷിയാണ് കേട്ടോ. വിദുഷിയാണ് ശരിയായിട്ടുള്ള പദം. അടുത്തത് ഗൃഹസ്ഥൻ. ഗൃഹസ്ഥൻ എന്ന പദത്തിൻ്റെ എതിർലിംഗം എന്താണ് എന്നുള്ളതാണ്. ഗൃഹസ്ഥൻ, ഗൃഹസ്ഥൻ പുല്ലിംഗമാണ്. അപ്പോൾ അതിൻ്റെ എതിർലിംഗം, ഓക്കെ, സ്ത്രീലിംഗ പദം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഗ്രഹസ്ഥി, ഓപ്ഷൻ ബി ഗ്രഹനായിക, ഓപ്ഷൻ സി ഗ്രഹസ്ഥ, ഓപ്ഷൻ ഡി ഗൃഹിണി. ഏതാണ്? മിക്കവാറും എല്ലാവരും ഗ്രഹനായികയൊക്കെ കൊണ്ടുപോയിട്ട് എന്താണ് ടിക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലേ. ഗ്രഹനായിക, ഗ്രഹസ്ഥ എന്നൊക്കെ ടിക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അതല്ല, ഇവിടെ നോക്കുക, ഗൃഹസ്ഥൻ എന്നല്ലേ എഴുതിയിരിക്കുന്നത്. ഗൃഹസ്ഥൻ, അതേ ഗൃ ആണ് നമ്മുടെ അതിൻ്റെ എതിർലിംഗത്തിലും വരുന്നത്. അങ്ങനെ ഓർത്തിരുന്നാൽ മതി കേട്ടോ. ഗൃഹസ്ഥനിലെ ഗൃ തന്നെയാണ് ഓപ്ഷനിൽ വരുന്നത്, അതായത് സ്ത്രീലിംഗത്തിലും വരുന്നത്. ഗൃഹിണിയാണ്. ഓക്കെ, ഗൃഹിണി, ഗൃഹിണി, ഗൃഹസ്ഥൻ. അപ്പോൾ ഈ ഗൃ എന്ന് പറയുന്ന ചിഹ്നമാണ് വരുന്നത്. അപ്പോൾ അത് ഓർത്തിരുന്നാൽ തെറ്റിപ്പോവില്ല. ഗൃഹസ്ഥൻ, ഗൃഹിണിയാണ്. ബാക്കിയൊക്കെ നോക്കുക. ഓപ്ഷൻ ഗ്രഹസ്ഥി, ഗ്രഹനായിക, ഗ്രഹസ്ഥ എന്നൊക്കെയാണ്. ഗ്ര അല്ല, ഗൃഹം, ഗൃഹിണി, ഗൃഹസ്ഥ. ഓക്കെ, അപ്പോൾ ഗൃ ആണ് കേട്ടോ, അത് ഓർത്തിരിക്കുക. ഗൃഹസ്ഥൻ, ഗൃഹിണിയാണ് ഗൃഹസ്ഥൻ്റെ എന്ത്? എതിർലിംഗം. ഓക്കെ, കിട്ടിയല്ലോ. ഇവിടെ നോക്കുക, പ്രസൻസ് ഓഫ് മൈൻഡ് എന്നതിൻ്റെ മലയാള പദം എന്താണ്? പ്രസൻസ് ഓഫ് മൈൻഡ് എന്നതിൻ്റെ മലയാള പദം കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കാം കേട്ടോ. ഓപ്ഷൻസ് വായിക്കുമ്പോൾ മനസ്സുണ്ടാവുക, മനസ്സിലാവുക, മനസാന്നിധ്യം, മാനസിക നില. ഏതാണ് പ്രസൻസ് ഓഫ് മൈൻഡ്? എന്തെങ്കിലും ഒരു കാര്യമൊക്കെ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്ത് പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടാവണം എന്ന് പറയും. എന്താണ്? നമ്മുടെ മനസ്സിൻ്റെ സാന്നിധ്യം അല്ലെ, മനസാന്നിധ്യമാണ് പറയുന്നത്. ഓക്കെ, മനസാന്നിധ്യം, പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് എന്താണ്? മനസാന്നിധ്യമാണ് കേട്ടോ. മനസാന്നിധ്യം പഠിച്ചല്ലോ. അടുത്തത് നോക്കുക, കണ്ണ് കാണാത്തവൻ എന്നതിൻ്റെ ഒറ്റപ്പദം. ഓക്കെ, കണ്ണ് കാണാത്തവൻ എന്നതിൻ്റെ ഒറ്റപ്പദമാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ അന്ധൻ, ഓപ്ഷൻ ബി ബധിരൻ, ഓപ്ഷൻ സി മൂകൻ, ഓപ്ഷൻ ഡി വിധുരൻ. ഏതാണ്? ഇത് എളുപ്പമുള്ളതാണ്. കണ്ണ് കാണാത്തവൻ എന്നതിൻ്റെ ഒറ്റപ്പദം ഏതാണ്? അന്ധനാണ് അല്ലേ. കണ്ണ് കാണാത്തവൻ എന്ന് വെച്ചാൽ അന്ധനാണ്. അപ്പോൾ മറ്റുള്ളതൊക്കെ എന്താണ്? ബധിരൻ എന്ന് പറയുമ്പോഴത്തേനും ചെവി കേൾക്കാത്ത ആളെയാണ് ബധിരൻ എന്ന് പറയുക. മൂകൻ, മൂകൻ എന്ന് പറയുമ്പോൾ സംസാരിക്കാൻ കഴിവില്ലാത്തവരെയാണ് മൂകൻ എന്ന് പറയുന്നത്. വിധുരൻ, വിധുരൻ എന്ന് വെച്ചാൽ എന്താണ്? ഭാര്യ മരിച്ച ആളെയാണ് അല്ലേ. ഭാര്യ മരിച്ചുപോയ ആളെയാണ് വിധുരൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അന്ധനാണ്, കണ്ണ് കാണാത്തവൻ എന്നതിൻ്റെ ഒറ്റപ്പദം ഏതാണ്? അന്ധൻ. അടുത്ത ചോദ്യം നോക്കുക, ശരിയായത് തിരഞ്ഞെടുക്കുക. ഓക്കെ, അപ്പോൾ ശരിയായ സെൻറ്റൻസ് ഏതാണ് എന്നുള്ളതാണ്. ഞാൻ വായിക്കാം. അനുദിനം വർദ്ധിക്കുന്ന ജനസംഖ്യയെ തീറ്റിപ്പോറ്റുക, അനുദിനം വർദ്ധിക്കുന്ന ജനത്തെ തീറ്റിപ്പോറ്റുക, അനുദിനം വർദ്ധിക്കുന്ന ജനസാന്ദ്രതയെ തീറ്റിപ്പോറ്റുക, ജനസംഖ്യ അനുദിനം വർദ്ധിക്കുന്നതിനെ തീറ്റിപ്പോറ്റുക. ഇതിലേതാണ് ശരിയായിട്ടുള്ള സെൻറ്റൻസ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഒന്നുകൂടെ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഒന്നുകൂടെ പറയാം. അനുദിനം വർദ്ധിക്കുന്ന ജനസംഖ്യയെ തീറ്റിപ്പോറ്റുക,
അനുദിനം വർദ്ധിക്കുന്ന ജനത്തെ തീറ്റിപ്പോറ്റുക, അനുദിനം വർദ്ധിക്കുന്ന ജനസാന്ദ്രതയെ തീറ്റിപ്പോറ്റുക, ജനസംഖ്യ അനുദിനം വർദ്ധിക്കുന്നതിനെ തീറ്റിപ്പോറ്റുക. ഇതല്ല എന്നുള്ളത് നമുക്ക് കാണുമ്പോഴത്തേനും അറിയും അല്ലെ. ജനസംഖ്യ അനുദിനം വർദ്ധിക്കുന്നതിനെ എന്ന് പറയില്ല, അനുദിനം വർദ്ധിക്കുന്ന എന്നാണ് തുടങ്ങേണ്ടത് അല്ലെ. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ കാണുമ്പോൾ തന്നെ ഇത് തെറ്റാണ് എന്നുള്ളത് അറിയാൻ പറ്റും. ദെൻ അനുദിനം വർദ്ധിക്കുന്ന ജനസാന്ദ്രതയെ എന്ന് പറയും. നമ്മൾ സാധാരണയായിട്ട് ജനസാന്ദ്രത വർദ്ധിക്കുന്നതിൻ്റെ കാര്യത്തിൽ പറയില്ല അല്ലെ. ജനസാന്ദ്രതയെ തീറ്റിപ്പോറ്റുക എന്ന് പറയും, ഇല്ല. അനുദിനം വർദ്ധിക്കുന്ന ജനത്തെ തീറ്റിപ്പോറ്റുക അല്ലെ. ഡെയിലി വർദ്ധിക്കുന്നത് എന്താണ്? ജനങ്ങളാണ്. അപ്പോൾ ജനത്തെ തീറ്റിപ്പോറ്റുക, ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, അനുദിനം വർദ്ധിക്കുന്ന ജനസംഖ്യയല്ല, അനുദിനം വർദ്ധിക്കുന്ന ജനത്തെ തീറ്റിപ്പോറ്റുക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള സെന്റൻസ് കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കുക, അനുദിനം വർദ്ധിക്കുന്ന ജനത്തെ തീറ്റിപ്പോറ്റുക. കിട്ടിയല്ലോ. ഇവിടെ നോക്കുക, ഷഷ്പം എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? ഷഷ്പം എന്ന് വെച്ചാൽ എന്താണെന്നാണ്. ഓപ്ഷൻ എ ഭൂമി, ഓപ്ഷൻ ബി ഇളം പുല്ല്, ഓപ്ഷൻ സി ശരീരം, ഓപ്ഷൻ ഡി ദുഃഖം. ഓക്കെ, ഏതാണ് ആൻസർ? ഷഷ്പം. ഷഷ്പമാണ് കേട്ടോ. ഷഷ്പം. ഷഷ്പം എന്ന പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇളം പുല്ലാണ് കേട്ടോ. ഇളം പുല്ല് പഠിച്ചു വെക്കുക. ഷഷ്പം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇളം പുല്ല്. അപ്പോൾ പര്യായ പദങ്ങളുടെയൊക്കെ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി എന്തെങ്കിലും കോഡൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മൾ വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. അത്യന്തം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ കിട്ടുന്നത് എന്താണ്? അത്യന്തം. ഇത് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതേ സെയിം ചോദ്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉദ്ദേശവും അത് തന്നെയാണ്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് PSCയുടെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ ആവർത്തിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വീണ്ടും തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ മുൻവർഷ ചോദ്യങ്ങൾ ഇങ്ങനെ നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ കാണാനും അത് പഠിക്കാനും പറ്റും. അത് തന്നെ നമുക്ക് മിക്കവാറും ചോദിക്കാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മുൻവർഷ ചോദ്യങ്ങൾ ഒത്തിരി നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത് ഒരുപാട് നല്ലതായിരിക്കും. അപ്പം നമ്മൾ ഇനി അങ്ങോട്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ പഠിക്കാനാണ് കേട്ടോ. അപ്പോൾ നോക്കുക, അത്യന്തം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ കിട്ടുന്നത് എന്താണ്? ഓപ്ഷൻ എ അതി പ്ലസ് യന്തം, ഓപ്ഷൻ ബി അത്യ പ്ലസ് അന്തം, ഓപ്ഷൻ സി അത് പ്ലസ് അന്തം, ഓപ്ഷൻ ഡി അതി പ്ലസ് അന്തം. ഏതാണ്? വേഗം ഉത്തരം കിട്ടുന്നുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുക. അത്യന്തം. അത്യന്തം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ അതി പ്ലസ് അന്തമാണ് കേട്ടോ. അതി പ്ലസ് അന്തമാണ് അത്യന്തം. ഓക്കെ, കിട്ടിയല്ലോ. അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ നോക്കുക, രണ്ട് ചോദ്യങ്ങളും ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, നോട്ട് ചെയ്ത് വെക്കുക. സഹജം എന്ന പദത്തിൻ്റെ വിപരീത പദം. സഹജം എന്ന പദത്തിന്റെ വിപരീത പദം, ഇതും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. സഹജം. സഹജം എന്ന് പറഞ്ഞാൽ എന്താണ്? ജന്മനാൽ കിട്ടുന്നത് എന്നുള്ളതാണ്. ജന്മനാൽ കിട്ടുന്നതാണ് സഹജം എന്ന് പറയുന്നത്. അതൊക്കെ സഹജമാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജന്മനാൽ കിട്ടുന്നതാണ്. അപ്പൊ അതിന്റെ വിപരീത പദം, ഓപ്പോസിറ്റ് വരുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ആർജിതം, ഓപ്ഷൻ ബി പരജിതം, ഓപ്ഷൻ സി ആജിതം, ഓപ്ഷൻ ഡി പരാർജിതം. ഈ ഓപ്ഷൻസ് പോലും മാറാണ്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. അപ്പോൾ ഇപ്പം തന്നെ പഠിച്ചു വെക്കുക. സഹജം എന്ന് പറഞ്ഞാൽ ജന്മനാൽ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നേടിയെടുക്കുന്നതിന് എന്താണ് പറയുക? ആർജിതം. ഓക്കെ, ആർജിതമാണ് കേട്ടോ. സഹജത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ആർജിതമാണ്. നമ്മൾ ആർജിച്ചെടുക്കുകയാണ്, നേടിയെടുക്കുന്നതിനെയാണ്. സഹജം എന്ന് പറഞ്ഞാൽ ജന്മനാൽ കിട്ടുന്നത്, ആർജിതം എന്ന് പറഞ്ഞാൽ നമ്മൾ നേടിയെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ സഹജത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ആർജിതമാണ്. ആർജിതം. ഓക്കെ, അടുത്ത നോക്കുക. വിചാരിച്ചത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏത്? വിചാരിച്ചത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏത് എന്നുള്ളതാണ്. ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. ഓപ്ഷൻ എ ഉരുളയ്ക്കുപ്പേരി, ഓപ്ഷൻ ബി മീൻ തൊട്ടുകൂട്ടുക, ഓപ്ഷൻ സി ഇന്ദുലേഖയില്ലെങ്കിൽ ദാസി, മിന്നുന്നതെല്ലാം പൊന്നല്ല. ഏതാണ്? നമുക്കത് വായിക്കുമ്പോൾ തന്നെ കിട്ടും. ഉരുളയ്ക്കുപ്പേരി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഒരാൾ മറുപടി പറയുമ്പോൾ അതിനൊപ്പം പറയുക അല്ലെ, ഉരുളയ്ക്കുപ്പേരി. മീൻ തൊട്ടുകൂട്ടുക ആണോ? അല്ല. മിന്നുന്നതെല്ലാം പൊന്നല്ല. അതൊക്കെ വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതൊന്നും അല്ല എന്നുള്ളത്. വിചാരിച്ചത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക. ഇന്ദുലേഖയില്ലെങ്കിൽ ദാസി, ഇന്ദുലേഖയില്ലെങ്കിൽ ദാസി ആയാലും മതി അല്ലേ. വിചാരിച്ചത് കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടിയതാണെങ്കിൽ മതി എന്നുള്ള രീതിയിലല്ലേ. അപ്പോൾ ഇന്ദുലേഖയില്ലെങ്കിൽ ദാസി എന്നുള്ളതാണ് വിചാരിച്ചത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന അർത്ഥം വരുന്ന ശൈലി. ഓക്കെ ആണല്ലോ. അടുത്തത് നിങ്ങൾക്കുള്ള ചോദ്യമാണ് കേട്ടോ. ഇവിടെ ഒരു കടങ്കഥ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പോൾ കടങ്കഥയ്ക്ക് ഉത്തരം കണ്ടെത്തുക എന്നുള്ള ലാസ്റ്റ് ചോദ്യമാണ്. അത് നിങ്ങൾ പറയണം.
നോക്കുക, വെള്ളയപ്പത്തിന് ഇരുമ്പു ചട്ടി, വെള്ളത്തിലൊരു കമഴ്ത്തിയിട്ടു, താന്നു പോകില്ല ഇരുമ്പു ചട്ടി, കാണാമതിലോ വെളുത്ത ചുട്ടി. ഇതാണ് എന്താണ് കടങ്കഥ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആമയാകാം, അല്ലെങ്കിൽ ഓന്ത്, പരുന്ത്, തവള. ഇതിൽ ഏത് ഓപ്ഷനാണ് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ആൻസർ അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇന്നത്തെ 10 ചോദ്യങ്ങളായി. 9 ചോദ്യങ്ങൾ നമ്മൾ ആൻസർ ചെയ്തു. 10ാമത്തെ ചോദ്യം ഇതാണ്. ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, എന്തെങ്കിലും ചെയ്യുക. ഇതിൻ്റെ ആൻസർ എന്താണ് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാകുന്നെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.